ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈജിപ്തിലെ കൈറോയിലാണ്. ഞാൻ ഇങ്ങനെ താമസിച്ച ഹോട്ടലിന് മുമ്പിലാണുള്ളത്, ന്യൂ പാലസ് ഹോട്ടലിൽ. റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിപ്പോൾ സമയം രാവിലെ 7:40. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൺ ദ വേ ആണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, ഗിസ പിരമിഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റി ടൂർ, ഈജിപ്തിലെ കൈറോയിലെ സിറ്റി ടൂർ ഇറങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി എന്തൊക്കെ കഴിക്കാമെന്നൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ക്ലോസ്ഡ് ആണ്, ഷോപ്പൊന്നും തുറന്നിട്ടില്ല. അതേപോലെ തന്നെ ഇന്നലെ രാത്രി റൂമൊക്കെ കുഴപ്പമൊന്നുമില്ല, ഒരു രാത്രി കിടന്നുറങ്ങാനുള്ള AC കാര്യങ്ങളൊക്കെ ചിൽഡാണ്. പക്ഷേ പ്രശ്നം വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് റൂമ് ഫുള്ള് നനഞ്ഞ് എന്താ പറയുക, സീലിങ്ങിൻ്റെ മുകളിൽ നിന്ന് ലീക്ക് വരുന്നത്. അത് എവിടെ നിന്നാണ് ലീക്ക് വരുന്നതെന്ന് അറിയില്ല. അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും അവിടെ നിന്ന് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇത് പട്ടികളൊക്കെ കണ്ടില്ലേ സ്ട്രീറ്റിൽ കിടന്നുറങ്ങുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പട്ടികളുണ്ട് കേട്ടോ. ഈജിപ്തിൽ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ഈ ഒരു യാത്രയിൽ ജീൻസ് പാൻറ് അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. വളരെ എളുപ്പത്തിൽ ഉണങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള നൈലോൺ ടൈപ്പുള്ള ടീഷർട്ട് ആയാലും പാൻ്റ് ആയാലും, അതായത് ട്രാക്ക് പാൻറ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാൻറ്റുകളൊക്കെയാണ് എടുത്തത്. ഇതിനാണെങ്കിൽ സിപ്പും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിപ്പുള്ള പാൻറ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പോക്കറ്റിലിട്ടിരിക്കുന്ന പേഴ്സ് അല്ലെങ്കിൽ പാസ്പോർട്ടൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള സിപ്പുള്ള ഷോർട്ട്സ് അല്ലെങ്കിൽ പാൻസ് ഒക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോർണറിൽ കാണില്ലേ, അതാണ് ഇവിടുത്തെ പോലീസ്, ട്രാഫിക് പോലീസ് നിയന്ത്രിക്കുന്നത്. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു കട തുറന്നതായിട്ട് കാണുന്നുണ്ട്. ചായയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഒരു കുപ്പി വെള്ളവും ചായ ഉണ്ടെങ്കിൽ ഒരു ചായയും കുടിക്കാൻ പെടുന്നു. അതെ നമ്മുടെ ചായ, പാൽ ചായ ഞാൻ പറഞ്ഞത്. ഏതായാലും ബ്ലാക്ക് ടീ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൈസയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, നോക്കാം. അവിടെ പോയിട്ട് ഇനി അടി കൂടേണ്ടി വരുമോ. ഇനിവേ കുറച്ച് ഷുഗർ ഇടാം, ഈ ഒരു ചായയും കുടിക്കാം. അപ്പോഴത്തേക്ക് ബൈക്കുകാരൻ വരുന്നുണ്ട്. ഏകദേശം 2 മിനിറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു ചായയും ഒരു വെള്ളമാണ് കുടിച്ചത്. 25 ഗിനി എടുത്തു. അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു, കാരണം ഞാനൊരു ഫോറിനറായിട്ട് അതുകൊണ്ടാണോ എന്നറിയില്ല. 25 ഗിനി ഉണ്ടാവും. അത് ഖത്തറിൻ്റെ 2.5 റിയാലേ 25 ഗിനി. അവിടെ ബൈക്കുകാരൻ വന്നിങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇതേ വണ്ടി വന്നിട്ടുണ്ട്. ഇതാ ബൈക്ക്, ഇതാണ് ഇവിടുത്തെ ടാക്സി. അപ്പോൾ നമ്മളിവിടുത്തെ ടാക്സി ബൈക്ക് ടാക്സി കയറ്റിയിട്ട് പോകുന്നുണ്ട്. ഹെൽമെറ്റ് ഒന്നും വേണ്ട. ഷുസ്മാക്, ഇബ്രാഹിം, മുഹമ്മദ്, ഹിന്ദി, ഷാറുഖ് ഖാൻ, ഹായ് യല്ലാ. അപ്പോൾ ഇബ്രാഹിമാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഷാറുഖ് ഖാൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ വിളിക്കുന്നതുകൊണ്ടാണ്. ആ പേരിലാണ് ഇവിടെ എല്ലാവരും ഇന്ത്യക്കാരെ അറിയപ്പെടുന്നത്. ഷാറുഖ് ഖാൻ എന്നൊക്കെ പറയും. അപ്പോൾ ബൈക്ക് യാത്ര എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഗിസ പിരമിഡ് കാണാൻ വേണ്ടിയിട്ടാണ്. തഹരീർ സ്ക്വയറിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ഗിസ പിരമിഡിലേക്ക് 26 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് എത്തും. 18 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഈ ഒരു ബൈക്ക് ടാക്സിക്ക് വരുന്നത് 80 ഗിനിയാണ്. നമുക്ക് ഇവിടെ ഊബർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഓൺലൈൻ സൈറ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം ഏതൊക്കെയാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. തൊപ്പി മാറിപ്പോകുന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ വേറൊന്നുമില്ല, തൊപ്പി മാത്രമാണ് എനിക്കൊരു പേടിയുള്ളൂ. ഈജിപ്തിൻ്റെ ഡ്രൈവിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് റിസ്കി ഡ്രൈവിംഗ് ആണ്. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ബോംബെ, ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡൗൺ ടൗൺ ഏരിയയിൽ പോകുന്ന വണ്ടികൾക്ക് നമുക്ക് കാണാൻ പറ്റും. മിക്ക വണ്ടിക്കും സ്ക്രാച്ച്, ഡെൻ്റൊക്കെ ഉണ്ടാകുന്നത്. അതേ അവസ്ഥയാണ് ഈജിപ്തിലും. ഇവിടുത്തെ ഏകദേശം എല്ലാ വണ്ടിക്കും ഞാൻ കാണുന്നത് സ്ക്രാച്ച് ആയതും ബെൻഡായതും പഴയതും പൊട്ടിയതും പൊളിഞ്ഞതൊക്കെയാണ്. അതുപോലെ തന്നെ ബൈക്കുകളിൽ ഓടിക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് വെക്കുന്നില്ല. ഡ്രൈവർ അടക്കം ഹെൽമെറ്റ് വെക്കുന്നില്ല. ത്രിപിളടിച്ച് പോകുന്നുണ്ട്. പിന്നെ കുട്ടികൾ ഓടിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈസി ഗോയിങ് ആണ് ഇവിടെ. അത്തരത്തിലാണ് ഇവിടുത്തെ ട്രാഫിക്. റോഡൊക്കെ നല്ല റോഡുകളാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബൈക്ക് ടാക്സിയാണ്. കരീം, ഊബർ, ഇൻഡ്രൈവ്, ഇത്തരത്തിലുള്ള 3 ആപ്ലിക്കേഷനാണ് ഇവിടെ എൻ്റെ അറിവിലുള്ളത്. നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ നൈൽ നദിയാണ്. നൈൽ നദിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുഴയാണ് നൈൽ നദി എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മൾ ഇന്നലെ വന്ന സമയത്ത് നമ്മുടെ ഉമ്മർ ഇന്നലെ എനിക്ക് ഈജിപ്ഷ്യൻ പൗണ്ട് തന്നിരുന്നു. ഞാൻ ഇന്നലെ $200 കൊടുത്ത സമയത്ത് എനിക്ക് അതിന് തുല്യമായിട്ടുള്ള ഈജിപ്ഷ്യൻ പൗണ്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഈജിപ്ഷ്യൻ പൗണ്ട്, $1 എത്ര ഈജിപ്ഷ്യൻ പൗണ്ട് എന്നുള്ള റേറ്റും കാര്യങ്ങളും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ സിം കാർഡ് എടുത്തിട്ടില്ല. ഇന്നലെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്ന സമയത്ത് ഉമ്മറിൻ്റെ സിം കാർഡിൽ നിന്ന് ഒരു സിം കാർഡ് എനിക്ക് ഉപയോഗിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിം കാർഡിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. ചോദിച്ച് മനസ്സിലാക്കി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും.
ഇപ്പം നമ്മളിതാ നൈൽ നദി മുറിച്ച് കിടക്കാൻ പോവാണ് പാലത്തിൻ്റെ മുകളിലൂടെ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പുഴ അല്ലെങ്കിൽ നദി എന്നറിയപ്പെടുന്നതാണ് നൈൽ നദി. ഏകദേശം 6650 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇത് എത്യോപ്യ, എർട്ടിക്ക, സുഡാൻ, ഉഗാണ്ട, ടാൻസാനിയ, കെനിയ, റവണ്ട, ബ്രൂണൂഡി, ഈജിപ്ത്, കോങ്കോ, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഹൈവേ എന്നൊക്കെ മാറിയിട്ട് ഗിസ പിരമിഡിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഒരുപാട് ഒട്ടകങ്ങളും കുതിരകളും കഴുത വണ്ടികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൂടാതെ ഈജിപ്ത് എന്ന രാജ്യത്തിൻ്റെ വലിപ്പം വലിയ രാജ്യമൊന്നുമല്ല ഈജിപ്ത്. നമ്മളിപ്പോൾ സൗദി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സൗദി ഈജിപ്തിനേക്കാളും 2 മടങ്ങ് വലിപ്പമുള്ള രാജ്യമാണ്. അപ്പോൾ സൗദിനേക്കാളും 2 മടങ്ങ് ചെറുതാണ്. അപ്പം ചെറിയൊരു രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വലിപ്പം നോക്കിയാൽ റഷ്യയാണ് ഏറ്റവും വലുത്, 2ാമത് കാനഡ, പിന്നെ ചൈന വരുന്നത്, 4ാമത് US വരുന്നത്, ബ്രസീൽ, ഓസ്ട്രേലിയ ഒക്കെ കഴിഞ്ഞിട്ട് 7ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈജിപ്തിൻ്റെ സ്ഥാനം 30ാമത്തെ സ്ഥാനമാണ് വലിപ്പത്തിൽ. 30ാമത്തെ സ്ഥാനമാണ് ഈജിപ്തിന്. സൗദി അറേബ്യ ആകട്ടെ 13ാമത്തെ സ്ഥാനം. നമ്മളെ ഇന്ത്യ 7ാമത്തെ സ്ഥാനം. വലിപ്പത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മളിത് ബൈക്കിൽ നിന്ന് ഇറങ്ങി പുള്ളിയുടെ 75 ഗിനി കൊടുത്തു. ഇതേ പിരമിഡ്സിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് 2 പിരമിഡ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഗേറ്റ് എൻട്രൻസ് തോന്നുന്നു. ടിക്കറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതേ ഈ പിരമിഡ്സിൻ്റെ സൈഡിലൂടെ പോയിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത്. എൻ്റെ പുറകിലായിട്ട് കാണാൻ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിന് വന്നിരിക്കുന്നത് ചാർജ് 540 ഗിനിയാണ് വന്നിരിക്കുന്നത്. 540 ഗിനി ഇതാണ് ടിക്കറ്റ്. ഇത് ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാം. പുറത്ത് നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ക്യാമൽ റൈഡ് അല്ലെങ്കിൽ ഹോഴ്സ് റൈഡ് ഉണ്ട്. 500 ഗിനിയാണ് പറയുന്നത്, 50 റിയാൽ. كم تبقوا يفتقون اوفر ذير تفصلوا بالرامة بوين لا توديك بيتش كم دقيقة في شيء ممكن كله كامل؟ You see the all way around just about 2 hours. 2 hours. So the camel will be with us? Oh yes. Yeah, 2 everywhere. hours. ഓക്കെ, 2 മണിക്കൂർ ഇത് ചുറ്റി കറങ്ങാൻ. ഇപ്പോൾ ക്യാമലിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിങ്ങനെ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നടക്കുന്നതിന് പകരം ക്യാമൽ അല്ലെ ഹോസ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു ഹോസും ആ ഒരു റൈഡറും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു ഏകദേശം 2 മണിക്കൂർ എടുക്കും. 500 ഗിനിയാണ് പറയുന്നത്. ഏതായാലും കുഴപ്പമില്ല. 500 ഗിനി എടുത്തിട്ട് ഞാനൊരു ക്യാമൽ എടുക്കാൻ പോവാണ്. ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടില്ല. റൈഡിങ് താരിഫ് 1 hour, 4 hours, ഫോറിനേഴ്സ് 500 ഈജിപ്ഷ്യൻ ഗിനിയാണ്. 1 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ് 2 മണിക്കൂർ ഉണ്ടാവും എന്നാണ്. നോക്കാം 1 മണിക്കൂറാണോ 2 മണിക്കൂറാണോ എന്നറിയില്ല. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ട് പിരമിഡ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. എൻ്റെ പൊന്നു, ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഇന്നത്തെ കാലത്ത് ക്രെയിൻ ഉണ്ട്, എല്ലാ സജ്ജീകരണങ്ങളുണ്ട്, എന്നിട്ട് ഇങ്ങനെ കല്ലുകളൊക്കെ അടുക്കി വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിൽ വെയിറ്റുള്ള സാധനങ്ങൾ, കല്ലുകളൊക്കെ ഇങ്ങനെ അട്ടിയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്തായിരിക്കും അവസ്ഥ. ഇതെങ്ങനെ ചെയ്തു ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതെങ്ങനെ അട്ടിയിടാൻ പറ്റി, അങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എന്താ നമ്മുടെ ഒട്ടകത്തിന് അവർ എടുത്തു കൊണ്ടിരുന്നുണ്ട്. 2 ഒട്ടകമാണോ വരുന്നത്? ഒന്നിൻ്റെ കൂടെ ദിസ് വൺ ഓർ ദിസ് വൺ? ഓക്കെ, Charlie Brown. Smack Charlie Brown? Name of the camel. Charlie Brown. ഇത് വേറെ ഓസ്കർ. ഇത് ബ്രൗൺ, ഇത് വൈറ്റ്. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാൻ പോവാണ് മക്കളെ. അറിയുന്നുണ്ടല്ലോ, വേദനിച്ചിട്ടാണോ? Out your back. Take out your back. Back out? Yes. 1000 കൊടുത്തിട്ട് 2 മണിക്കൂറത്തേക്കാണ് ഞാനിപ്പോൾ ഈ ക്യാമൽ എടുത്തിരിക്കുന്നത്. ചുള്ളി പറഞ്ഞത് ഒരുപാട് നടക്കാനുണ്ട്, അവിടെ പോകാണ്ട്, ആ ഒരു ടോമിൻ്റെ അടുത്ത് പോകാണ്ട്, ആ ഒരു സ്ഥലത്ത് പോകാണ്ട്, അതാണ് ഫോട്ടോഷൂട്ട് പോകാണ്ട്, ഇതാണ് അത്യാവശ്യം നടക്കാനായിട്ടുള്ളത്. സത്യം തന്നെയാണ്. പിന്നെ മരുഭൂമിയാണ്. ഇങ്ങനെ നടക്കുന്നതിനെക്കാട്ടി നല്ലത് ഒട്ടകത്തിൻ്റെ പുറത്തെ ഒരു റൈഡുമായി. ഈ ഒട്ടകത്തെ ഓടിക്കുന്ന ഡ്രൈവർ എന്ന് പറഞ്ഞ മഹമ്മൂദ് എന്ന് പറഞ്ഞൊരാളാണ്. പുള്ളിയാണ് ഇപ്പോൾ വണ്ടി ഒട്ടകത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ നടുവൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ വീഴുന്നത് പോലെ ഉണ്ട് കേട്ടോ. വീണക്കിൻ്റെ കല്ലാണ് പുറത്ത്. നല്ല വേദനയുണ്ടാവും. എൻ്റെ ബാഗ് ഇതിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരു ചൈനക്കാരൻ വരുന്നുണ്ട്. ചൈനക്കാരിയാണോ അറിയില്ല. അയ്യോ ഇതിൽ നല്ല നടക്കലാണ് കേട്ടോ. ശരിക്കും ഊരൊക്കെ പൊടിയുന്നുണ്ട്.
അത്യാവശ്യം നല്ല ഇതുണ്ട്, എന്താ പറയുക, എക്സസൈസാണ്. അങ്ങോട്ടോട് ഇങ്ങോട്ടൊക്കെ, അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ, അങ്ങോട്ട് ഇങ്ങോട്ട്. ഇതേ നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള പിരമിഡ്സിൻ്റെ ആ ഫേസ്, ആ ഒരു മുഖത്തിൻ്റെ ഭാഗം, പിന്നെ പിരമിഡ്സ് ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നമ്മളിപ്പോൾ ഗൂഗിളിൽ നോക്കിയിട്ട് ഇതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് പറയാം, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുക കയറുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ചടങ്ങ്. ആ ചടങ്ങാണ് ഇപ്പം നമ്മൾ കണ്ടത്. ശരിക്കും എൻ്റെ കാല് ഇതൊക്കെ പോയി. ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും കയറണം. ഇവന് എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നില്ല, എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല, ആർക്കറിയാം. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് പോലെ ഇവിടം വരെ വരാനാണോ? ഈ ക്യാമലിന് 1000 കൊടുത്തത് ഞാൻ കുറച്ചോനെ തട്ടിപ്പാണോ? ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ, ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന സ്റ്റാച്യുവിന് അറിയപ്പെടുന്നത് സ്വിങ്സ് എന്ന പേരിലാണ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച പിരമിഡ്സ് എന്നൊക്കെയാണ്. പക്ഷേ നൂറ്റാണ്ടുകൾക്കല്ല, ക്ഷമിക്കണം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പിരമിഡ്സും അല്ലെങ്കിൽ ആ തൊട്ട് മുമ്പ് കാണുന്ന നിങ്ങൾ കണ്ട സ്ഫിങ്സും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 4000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു കലയാണിത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ സാഹചര്യം എന്തായിരിക്കും, എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? അത് ഉപയോഗിച്ച കല്ലുകളുടെ വലിപ്പം കണ്ടിട്ടില്ലേ? ഓരോ കല്ലിനും എന്നെക്കാൾ ഉയരവും വലിപ്പമുള്ള കല്ലുകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പൊക്കിയെടുത്തത്? ഇതെങ്ങനെയാണ് ഇത് അട്ടിയിട്ടത്? ഇതെങ്ങനെയാണ് അട്ടിയിട്ട് മേൽക്കൂരയാക്കി മാറ്റിയത്? അതൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭയാനകമായ രൂപത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക. അല്ലാതെ സാധാരണ നമ്മൾ കാണുന്ന സമയത്ത് ഇതെന്താണ് ഇത് കല്ലുകൾ അട്ടിയിട്ടിരിക്കുന്നത്, ഇതിലെന്താണ് ഇത്ര വലിയ അതിശയം, അല്ല ഇതിലെന്താണ് ലോകാത്ഭുതം എന്ന് പറയുന്നത്? അതല്ല, വർഷങ്ങൾക്ക് മുമ്പ് അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒട്ടകത്തിന് കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അപ്പോൾ റൈഡ് ചെയ്യുന്ന കപ്പിളായിട്ട്. ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ല. അവസാനം ഇറങ്ങുന്ന വഴിക്ക് അയാൾ വീഴുകയും ചെയ്തു. എനിക്ക് ചിരിക്കാൻ വരുന്നു. നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പോവാണ്. എന്താണ് പിരമിഡ്? എന്തിനാണ് പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്? നമ്മുടെ പുരാവസ്തു ഗവേഷകർ കണ്ടുപിടിച്ച കാര്യങ്ങൾ, അവർ എഴുതി വെച്ച രേഖകളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 4000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളാരും ജീവിച്ചിട്ടില്ല, നമുക്കറിയില്ല. അപ്പോൾ ഇത്രയും പുരാതനമായ ചരിത്രങ്ങൾ അവർ കണ്ടെത്തിയതും ടെക്നോളജി ഉപയോഗിച്ച് കണ്ടെത്തി ഇതാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ട് കാലത്ത് നമ്മുടെ ഈ ഒരു ലോകത്ത് ഇതേപോലെ ഇന്ത്യ എന്നോ പാകിസ്ഥാൻ എന്നോ അമേരിക്ക എന്നോ ഈജിപ്ത് എന്നോ ഒന്നുമില്ല. ഒരു ലോകം, ആ ലോകത്ത് ഈ ഒരു ഈജിപ്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ഫിറോൺ എന്നാണ് പേര് വിളിച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഒരു മതവിശ്വാസപ്രകാരം, അന്ന് കാലത്ത് ജീവിച്ചിരുന്ന അവരുടെ മതവിശ്വാസപ്രകാരം മരണശേഷം അവർക്ക് പുനർജീവിതം ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വിശ്വസിച്ച് അവർ മരണശേഷം ഇത്തരത്തിൽ ഒരു കല്ലറ പണിതാണ് ഈ ഒരു പിരമിഡ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കല്ലറയാണ്. പക്ഷേ ഈ ഒരു കല്ലറ പണിതൊക്കെ രാജാക്കന്മാർ അല്ലെങ്കിൽ വലിയ സമ്പത്തുള്ള, ആ സമയത്ത് അന്നത്തെ കാലത്ത് സമ്പത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ചടങ്ങാണ്. ഇതിനകത്ത്, ഈ കല്ലറയുടെ അകത്ത് വെച്ചിരിക്കുന്നതോ ഈ ഒരു ഡെഡ് ബോഡിയാണ്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മമ്മീസ് എന്ന്. അത്തരത്തിൽ ഒരുപാട് ഡെഡ് ബോഡീസ് ഇത്തരത്തിൽ കല്ലറക്കകത്തും കല്ലറയുടെ പുറത്തുമൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഈജിപ്തിൽ നിന്ന് കെട്ടിയിരിക്കുന്നത്. അതാണ് നമ്മൾ മമ്മീസ് എന്നറിയപ്പെടുന്നതും. ആ മമ്മീസിനെ കാണാൻ നമ്മൾ നാളെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് പിരമിഡ്സിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് കല്ലറയാണ്. പക്ഷേ ഇതിൻ്റെ ആഴത്തിലുള്ള ഇത് എത്തുന്ന വെച്ചാൽ ഇത്രയും വലിയ ഈ ഒരു കൂറ്റൻ കല്ലുകൾ കൊണ്ട് ഇത്രയും കെട്ടിപ്പണിത് ഈ ഒരു ഹൈറ്റിൽ നിർമ്മിക്കുക എന്ന് പറയുന്നത്, അതും 4000 വർഷങ്ങൾക്ക് മുമ്പ് അതെങ്ങനെ ചെയ്തു എന്നതാണ് ഇതിൻ്റെ നിഗൂഢമായ രഹസ്യം കിടക്കുന്നത്. പിരമിഡ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 146 മീറ്റർ, ഏകദേശം 481 അടിയോളം ഉയരത്തിലാണ് ഈ 4000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പിരമിഡ്സ് ഉള്ളത്. ഇന്നത്തെ ഐഫിൽ ടവറും താജ്മഹലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റ് വ്യത്യാസം നിങ്ങൾക്ക് കാണാം. പക്ഷേ ഐഫിൽ ടവർ നിർമ്മിച്ചിട്ട് 135 വർഷമായിട്ടുള്ളൂ, താജ്മഹൽ നിർമ്മിച്ചിട്ട് ഏകദേശം 380 വർഷമായിട്ടുള്ളൂ. ഈ ഒരു പിരമിഡ്സ് 4000 വർഷങ്ങൾക്ക് മുമ്പാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഈ നടക്കുന്ന എൻ്റെ സൈഡിൽ 2 ഭാഗത്തുള്ള കല്ലുകളുടെ വലിപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്ര വലിപ്പമാണെന്നുള്ളത്. അതുകൂടാതെ തന്നെ ഈ ഒരു കല്ലിൻ്റെയൊക്കെ പ്രത്യേകത ഉണ്ടല്ലേ, സമുദ്രത്തിലെ വെള്ളം നനഞ്ഞിട്ടുള്ള ഒരു രീതി. മുമ്പ് കാലത്ത് നൈൽ നദി ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ഒഴുകി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നൈൽ നദിയിൽ നിന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കല്ലുകൾ, നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കല്ലുകളൊക്കെ കൊണ്ടുവന്നതെന്നാണ് അറിയപ്പെടുന്നത്. അത്തരത്തിൽ കൊണ്ടുവന്നും എന്നാലും ഇത്രയും വെയിറ്റുള്ള കല്ലുകൾ കൊണ്ടുവന്ന് അട്ടിയിട്ട് മേൽക്കൂരയാക്കിയിട്ട് അതിനൊരു എന്താ പറയുക ത്രികോണ ഷേപ്പിലേക്ക് ആക്കി ഏറ്റവും മേലെ ഷാർപ്പായിട്ടുള്ളൊരു രീതിയിലേക്ക് ആക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്ഭുതം തന്നെ അല്ലാതെ എന്താ പറയാനല്ലേ. അതുകൂടാതെ അന്നത്തെ പിരമിഡ്സ്
നിർമ്മിച്ച സമയത്ത് വൈറ്റ് കളറിലാണ് നിർമ്മിച്ചതെന്ന് അറിയപ്പെടുന്നത്. വെള്ള നിറത്തിൽ വെള്ള കോട്ടിങ്ങോട് കൂടി വൈറ്റ് മാർബിളോടുകൂടിയാണ് നിർമ്മിച്ചത്. പിന്നെ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയി ഇപ്പോൾ ഈ കാണുന്ന കല്ല് രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ കാണുന്ന പിരമിഡ്സിൻ്റെ മുകളിൽ കാണാൻ നമുക്ക് ഒരു കോട്ടിങ്ങിൻ്റെ കുറച്ചൊരു ഭാഗമായിട്ട് അതും ഡാർക്ക് അടിച്ച് പോയിട്ടുണ്ട്. ബാക്കിയുള്ള താഴോട്ടൊക്കെ എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഭാഗത്ത് ആ ഒരു പിരമിഡ് മാത്രമാണ് മുകളിൽ ഇത്തരത്തിൽ കോട്ടിങ് ഉള്ളത്. ബാക്കി എല്ലാ പിരമിഡ്സിനും ഈ കല്ലുകൾ മാത്രമായിട്ട് അവശേഷിക്കുകയാണ് ഇപ്പോൾ. ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മൊത്തം പിരമിഡ്സിനെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇന്നതാ ഇവിടെ വലിയ പിരമിഡ്, 2 മീഡിയം സൈസ്, 3 ചെറുത്, പിന്നെ അതിന് ശേഷം താഴെ 3 ചെറിയ എന്താ പറയുക പണി കഴിയാത്ത രീതിയിലുള്ള പിരമിഡ്സ് പോലത്തെ സാധനങ്ങളുണ്ട്. ഇത്തരത്തിലാണ് പിരമിഡ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കല്ലുകൾ അട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബനാന പൊട്ടാറ്റ ഷാറുഖ് ഖാൻ സ്റ്റൈലിൽ പോസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഷാറുഖ് ഖാൻ സ്റ്റൈൽ തന്നെയാണോ എനിക്കറിയാം. നമ്മളിപ്പോൾ ഉള്ളത് ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തായ ഈജിപ്തിലെ പിരമിഡ്സിന് മുമ്പിൽ ഇങ്ങനെ പിരമിഡ്സ് കണ്ടു. വേൾഡ് വണ്ടർ ആയിട്ടുള്ള 7 സ്ഥലങ്ങളിൽ 5 സ്ഥലങ്ങൾ ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 5ാമത്തെ സ്ഥലമാണ് പിരമിഡ്സ്. ഇനിയിപ്പോൾ 2 സ്ഥലങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതൊന്ന് ചൈന ഗ്രേറ്റ് വാളും പിന്നെ വേറൊരു സ്ഥലം കൂടി ഉണ്ട്. അതിൻ്റെ പേരെനിക്കറിയില്ല. പുള്ളി ഫോട്ടോ എടുപ്പിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടാണ്. ബനാന പൊട്ടാറ്റ എന്ന് പറഞ്ഞിട്ട്, അതായത് ബനാന എന്ന് പറയുമ്പോൾ ഒരു ആംഗിള്, പൊട്ടാറ്റ എന്ന് പറയുമ്പോൾ വേറൊരു ആംഗിള്. ഭയങ്കര രസം, ചിരിക്കാനുണ്ടത്. അയാളെ ആ ഒരു ശൈലി സംസാരിക്കുന്നത് ബനാന പൊട്ടാറ്റ ഭയങ്കര രസമാണത്. ഇത്തരത്തിലുള്ള ഹോസും ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ക്യാമൽസ് തന്നെ വേണമെന്നില്ല, പക്ഷെ ഇതൊരു സുഖമില്ലല്ലോ ഇങ്ങനെ പോകാനായിട്ട്. ഈ മരുഭൂമിയിൽ കൂടി ടാരോ ഓടൂലല്ലോ, അതിൽ നല്ല ഇതല്ലേ ഇത്തരത്തിൽ പോക്കല്ലേ. നമ്മുടെ ഒട്ടക ഡ്രൈവർ തിരിച്ചു പോവാണ് എന്നിവിടെ ഇറക്കി തന്നു. ഏകദേശം 2 മണിക്കൂറിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉള്ളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഈ ഒരു 2 മണിക്കൂറത്തേക്ക് 1000 ഗിനിയാണ് എടുത്തത് ഒട്ടകത്തിന്. അപ്പോൾ ടിപ്പ് വേണം എന്നൊക്കെ വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് 100 ഗിനി ടിപ്പും കൊടുത്തു. അവനിങ്ങനെ 300 400 ഇതൊക്കെ ഓരോരുത്തർ തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു. ഞാൻ 100 കൊടുത്ത് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു 100 കൂടി താന്ന് പറഞ്ഞു. അറിയില്ല 100 മതി എന്ന് പറഞ്ഞിട്ട് 100 ഗിനി എന്ന് പറയുന്നത് നമ്മൾ ഖത്തറിലെ 10 റിയാലേ. അപ്പോൾ അത് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് ഇതിപ്പോൾ നമുക്ക് നടന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോവാം. പിന്നെ ഇവിടെ കുറേ ബസ്സും കാറുകളൊക്കെ വന്നിട്ടുണ്ട്, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ. പക്ഷേ നമ്മൾ ബൈക്കുകാരനാണ് അവിടെ പുറത്താണ് നിർത്തിയത്. പിന്നെ ഇനി ഉള്ളിലോട്ട് പോകണോ വേണ്ടിയോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അപ്പുറം ചെന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 10:15. വെയിലുണ്ടെങ്കിലും കാറ്റുള്ളതുകൊണ്ട് തന്നെ ചൂടറിയുന്നില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് ചൂടറിയുന്നില്ല കേട്ടോ. നല്ല സുഖമാണ്. വെയിൽ കൊണ്ട് കറക്കല്ലാതെ വെയിലൊരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ വേർക്കുന്ന രീതിയിലൊന്നും ആകുന്നില്ല. നല്ല ക്ലൈമറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഖത്തറായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ക്ലൈമറ്റാണ് ഇവിടെ ഇപ്പോൾ. ഈ ഒരു പരിസരത്തൊക്കെ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് നടക്കുമ്പോൾ സാധാരണ എനിക്ക് പെട്ടെന്ന് വേർക്കുന്നൊന്നുമില്ല. പക്ഷേ വെയിലുണ്ട്, പക്ഷേ കാറ്റുള്ളതുകൊണ്ട് പ്രശ്നമില്ല. എൻജോയ് ചെയ്ത് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. ഇതാണ് ഏറ്റവും വലിയ പിരമിഡ്. ഈ 3 ഏറ്റവും വലുതാണിത്. ഒട്ടകങ്ങളും കുതിരകളൊക്കെ പോകുന്നുണ്ടെങ്കിലും അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്ലീനിങ് സ്റ്റാഫുകളുണ്ട് കേട്ടോ. റോഡ് സൈഡിലൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതുവരെ വന്നിട്ട് ഓൺ ദ സ്പോട്ടിൽ അത് ക്ലീൻ ചെയ്ത് പോവുകയും ചെയ്യും. അത് നടക്കുന്ന ഈ ഒരു നടപ്പാത ഉണ്ടല്ലോ, അവിടെയൊക്കെ ചില സമയത്ത് ഒട്ടകങ്ങൾ വരുന്നുണ്ട്.
അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരുണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട്. വലിയ പിരമിഡ്സിൻ്റെ മുകളിലൊക്കെ കുറച്ച് ആൾക്കാർ കയറുന്നുണ്ട്. മുകളെന്ന് വെച്ചാൽ ഏറ്റവും മുകളിലല്ല, ചെറിയൊരു ഭാഗത്തായിട്ട് ആൾക്കാർക്ക് കയറാനൊക്കെ അനുവാദമുണ്ട്. എനിക്കൊന്ന് അവിടത്തേക്ക് കയറിയത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. എൻട്രൻസ് ഈ ഒരു വഴിയിലൂടെയാണ് ആൾക്കാർ കയറി പോകുന്നത്. ആ ഒരു എൻട്രൻസിലാണ് ആൾക്കാർ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതിന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ തോന്നുന്നു. അതിൻ്റെ അകത്തേക്ക് പിരമിഡ്സിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കയറി നോക്കിയാലോ. അതായത് ഇത്രയും വലിയ പിരമിഡ്സിൻ്റെ ഉള്ളിലോട്ട് പോകുന്നു, ഏറ്റവും വലിയ പിരമിഡ്സിൻ്റെ ഉള്ളിലോട്ട്. നമ്മളും പിരമിഡ്സിൻ്റെ ഒരു സൈഡിൽ ആൾക്കാർ കയറിയിടത്തേക്ക് കയറുന്നുണ്ട്. ടിക്കറ്റ് ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. ആരും ചോദിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കയറി, ഞാനും കയറി. എനിക്കൊന്നും ഇവിടെ കയറാൻ ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ആകെ 2 സ്റ്റെപ്പ് കയറുമ്പോഴത്തേന് നല്ല ഹൈറ്റ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് പ്രൈസ് അഡൾട്ടിന് 900 ഗിനിയാണ് കാണിക്കുന്നത്. ഉള്ളിലോട്ട് പോയാൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് 900 ഗിനി കൊടുത്തിട്ട്, അതായത് 90 റിയാൽ കൊടുത്തിട്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. പിരമിഡ്സിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പോലെ കല്ലുകളൊക്കെ വലിപ്പം നോക്കിയിട്ട് പിരമിഡിൻ്റെ ഉള്ളിൽ ഈ ബാഗെല്ലാം കൊണ്ടാണ് പ്രശ്നം. വരുന്ന ആൾക്കാർ ഇവിടെ സ്റ്റക്കായിട്ടുണ്ട്. ഇത് പോകാൻ താഴെ പോകാൻ വേണ്ടിയിട്ടാണ്. അയ്യോ ഇതൊക്കെ ഇതിന് മേലെ ആലോചിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ബാഗ് വെച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് അതിവിടെ കാല് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റെപ്പിന്. അത് വെച്ചിട്ട് പിടുത്തമുണ്ട്. ആ പിടുത്തം വെച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. എന്നിട്ട് പോലെ എടുത്തുമ്പോഴത്തേക്ക് ഞാൻ കത്തിച്ചു പോയി. അപ്പോൾ ഇതൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? പഴയ ആൾക്കാരെ ജനങ്ങളെ. അയ്യോ, അടുത്തത് കുറച്ച് തല മുട്ടാണ്ട് പോവാം ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ കയറാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏണിപ്പടി പോലെ ഒരു ചവിട്ടി നിൽക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഗ്രിപ്പ് താഴോട്ട് പോകില്ല. അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ കയറുന്നത്. മറ്റേത് കല്ലാണ്. കല്ലിന് നടക്കാനൊരു പാത ഉണ്ടാക്കിയതാ. അയ്യോ, ആൾക്കാരൊക്കെ കളിച്ചു. ഹായ്, ചെറിയ ഒരാൾക്ക് പോകാനുള്ള വയ്യ. മറ്റൊരാൾ വരുമ്പോൾ നമ്മളിങ്ങനെ സൈഡായി കൊടുക്കുക. ഇറക്കാൻ കുറച്ച് എളുപ്പമായിരിക്കുന്നു, കയറാനാണ് ബുദ്ധിമുട്ട്. ഓ, ഇതിനുള്ളിലൊക്കെ എങ്ങനെയാണ് ഓക്സിജൻ? എൻ്റെ പൊന്നോ, നോക്കിയട്ടെ എന്തേത്. ഓ എൻ്റെ പൊന്നോ, ഇറക്കാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. ഹായ്, ടയർഡ്? It's good. No, but it's a little small space, but it looks like sauna. ആ, അടുത്ത ടണല് വീണ്ടും. എനിക്ക് വയ്യ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഷോ, വീണ്ടും കുനിഞ്ഞ് പോവാണ് മോനെ. അവൻ വന്നിട്ട് അടുത്തത് ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഇനിയിപ്പോൾ നേരെയാണ്. എനിക്കാണെങ്കിൽ നല്ലോണം കുനിയണം, കാരണം എൻ്റെ പുറകിൽ ബാഗുള്ളതുകൊണ്ട് ചെറുങ്ങനെ കുഞ്ഞാൽ പോരാ. ആണ് സ്ഥലം. ഇവനാണെങ്കിൽ ഇംഗ്ലീഷുകാരുടെയൊക്കെ കമ്പനി ആക്കുന്നുണ്ട് പൈസക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് പിരമിഡിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും മെയിൻ സ്പോട്ടായിട്ടുള്ള കല്ലറ നിന്ന സ്ഥലത്താണുള്ളത്. ആ ഒരു കല്ലറയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്മിഫിക്കേഷൻ ചെയ്ത ബോഡി വെച്ച് സൂക്ഷിച്ചിരുന്ന കല്ലറയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ കാണുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയൊക്കെ കാണുമെങ്കിലും ഒരൊറ്റ പീസ് കല്ല് ചെത്തിയെടുത്ത് റൗണ്ട് ഷേപ്പ്, ഒരു സ്ക്വയർ ഷേപ്പാക്കി മാറ്റിയെടുത്ത ഒരു കല്ലറയാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ മുകളിലൊരു കല്ല് വെച്ച് മൂടിയിട്ടാണ് അന്നത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ മരണശേഷം മമ്മിഫിക്കേഷൻ ചെയ്ത് ഇതിൻ്റെ അകത്ത് അടക്കം ചെയ്തത്. ഇപ്പോൾ ഞാൻ അന്ന് വന്ന സമയത്ത് ഒരു ഇംഗ്ലീഷുകാരി പെണ്ണ് അവിടെ വന്നിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴും ചില ആളുകൾ ഇതിനെപ്പറ്റി ബിലീവ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. തിരിച്ചു മാത്രം വലിയ പ്രശ്നമില്ലാന്ന് വിചാരിക്കാം.
അതും എൻ്റെ ബാഗ് ഇങ്ങനെ തട്ടുന്നുണ്ടേ, ബാർക്കിങ് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നോ, അയ്യോ ഇനി ഇറക്കാം, ഒന്നും പ്രശ്നമില്ല എന്ന് വിചാരിക്കാം. അവിടെ എന്താ പറയുക, ഒരു ചെറിയൊരു കല്ലുമുണ്ട്, ഒരു എന്താ പറയുക, നമ്മൾ പള്ളിയിലൊക്കെ പോയാൽ കൊതു കൊടുക്കാനുള്ള ഒരു ചെറിയ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം പോലെ ഉണ്ടാക്കി വെച്ചു. അവിടെ എൻ്റെ പുറകിൽ പോയൊരു പെണ്ണുണ്ട്, ഒരു വെള്ളക്കാരി. അവളവിടെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള സെക്യൂരിറ്റിയാണ് ഭയങ്കര ഫോട്ടോ എടുക്കുക, അതെടുക്കുക, അവിടെ ചെല്ല്, ഫോട്ടോ എടുക്കുക, ഇംഗ്ലീഷ് അവിടെ പ്രാർത്ഥിക്കുക, അവിടെ ചെല്ലും. കാരണം അവർക്ക് ടിപ്പ് കിട്ടുന്ന കാര്യമാണ് ഇത്. ഓരോരോ എന്താ പറയുക, പല രീതിയിലുള്ള വിശ്വാസങ്ങൾ. അപ്പോൾ ആ സ്ത്രീ വന്നിട്ട് അവിടെ പോയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തലയിലൊക്കെ വീണിട്ടൊക്കെ ഒരു ചെറിയ സ്റ്റിക്ക്, മറ്റേ ഹെയർ സ്ട്രൈറ്റൻ ചെയ്യുന്ന പോലത്തെ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, ഇതൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് അവിടെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ആരെ കണ്ട പ്രശ്നമാണ്, എടുത്ത് പോക്കന്നെ. അതൊക്കെ അതുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. കയറുന്ന ആൾക്കാരാണ് പ്രശ്നങ്ങൾ. ആളുകളൊക്കെ ടയർഡാണ്. How do you feel? I'm not bad. Healthy, very good. Yeah, that's the end of it? Or? Yeah, that's the end of it. Okay. Or just you have to bend a little bit over there. Okay. ഇതും കണ്ട് നമ്മൾ ഇത്ര വലിയ പിരമിഡിൽ ഏറ്റവും വലിയ പിരമിഡാണ് അടുത്ത്. അതിൻ്റെ അത്ര ഉള്ളത് ഒന്ന് ആലോചിച്ചോക്കട്ടെ, എന്തൊക്കെ സംഭവിച്ചത്. ഇത്ര കാലപ്പഴക്കമുള്ള പിരമിഡാണിത്. ഇതപ്പോലോ പൊടി പോലും ഉണ്ടാവില്ല, ജ്യൂസായിട്ടുണ്ടാവും. പക്ഷേ രക്ഷയില്ല. വരുന്ന ആൾക്കാരും പോകുന്ന ആൾക്കാരും തമ്മിൽ ബ്ലോക്കായി. കാരണം ഒറ്റ വഴിയാണ് ഇവിടെ, രണ്ട് വഴിയുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആയിട്ട്. ഓ മൈ ഗോഡ്, എല്ലാവരും ഇവിടെ എത്തുമ്പോഴത്തേക്കിന് ടയർഡാകുന്നുണ്ട്. കാരണം എനിക്കൊരു 10 കിലോ ഉണ്ടാവും എൻ്റെ ബാഗ്. ലാപ്ടോപ്പ് ഉണ്ട്, ഡ്രസ്സുണ്ട്, എല്ലാം ഉള്ള ബാഗാണല്ലോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതും തൂക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ ഇവർ തുനീഷ്യാണ്. കുറച്ച് അറബിക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞ് വാ യോ ഫ്ലുവൻ ഈസ് വെരി ഗുഡ് ഇൻ അറബിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനും തുനീഷ്യക്കാരനാണ്, ഇവനും തുനീഷ്യക്കാരനാണ്. ജർമ്മനി. അപ്പോൾ 3 തുനീഷ്യ, 1 ജർമ്മനി. അപ്പോൾ അവരോട് കുറച്ച് ഷോ അറബിക്ക് സംസാരിച്ചപ്പോൾ അവർ ഇംപ്രസ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ സെൽഫി ഒക്കെ എടുത്തു. യു ഡോണ്ട് വാണ്ട് ടു ഗോ അപ്പ്? No. ഓക്കെ, Too hot. അവരും എന്നോട് It's പുറത്തേക്ക് hard to breathe. Yeah. I'm sweating. So, no more. It's fine. Oof. Oh my God. ഞാൻ പുറത്തെത്തി. ആദ്യം എക്സിറ്റ് റോഡിലാണ് പോകുന്നത്. ഇനി മര്യാദയ്ക്ക് നിന്ന് നടന്ന് കിടക്കാം. എനിക്കൊരു ബോട്ടിൽ വെള്ളം എന്തായാലും വേണം. ചൂടെടുത്തിട്ട് അതിനുള്ളിൽ രക്ഷപ്പെട്ടു. Oh my God. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. ഞാൻ ആദ്യം പോയിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് അത് കുടിക്കാത്തതെന്ന് വേറെ ഓപ്ഷനില്ല. അയ്യോ അമ്മാതിരി പ്രശ്നം. ചൂടെടുത്തിട്ട് പിന്നെ ഈ ബാഗ് കയറി ചെയ്തിട്ടും ബെൻഡ് ചെയ്തിട്ട് വേറൊക്കെ അങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട്. പല ആൾക്കാരും ആ പകുതി എത്തിയിട്ട് തിരിച്ച് പിന്നെ മേലോട്ട് പോകുന്നില്ല, തിരിച്ച് അവിടെ വരികയാണ്. ഞാൻ ഒരു റെഡ് ബുള്ളും വാങ്ങിച്ചു, ഒരു വെള്ളവും വാങ്ങിച്ചു. റെഡ് ബുള്ളിന് 150, പിന്നെ വെള്ളത്തിന് 100, 250 ഗിനി, അതായത് 250 പൗണ്ട്. 200 കൊടുത്തപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണ്ട. അപ്പോൾ 50 ബാക്കി തന്നെ 150 റെഡ് ബുള്ളിന് എടുത്താൽ അപ്പോൾ 50 വെള്ളം തന്നിട്ട് 200 ഒതുക്കി. അതാണ്. അപ്പോൾ 200 വെച്ചാൽ 20 റിയാൽ. ഒരു വെള്ളം, ഒരു റെഡ് ബുള്ളും 200 ഗിനി, 200 പൗണ്ട്. ഇത് കുടിക്കട്ടെ, രക്ഷയില്ല. സമയം 11 മണിയായി. പിരമിഡൊക്കെ കണ്ട് തിരിച്ച് പോവാം. മതി മോനെ, അയ്യോ ടയർഡായി. അപ്പോൾ ഞാൻ തിരിച്ച് പോവാണ്. റൂമാണ് വെക്കേറ്റും ചെയ്തല്ലോ. 12 മണി വരെ സമയം ഉണ്ടായിരുന്നു. ഒരു മുമ്പേ ഒന്ന് ഫ്രഷായിരുന്നു. ശരിക്കും ഉള്ളിൽ കയറിയപ്പോൾ നല്ലോണം വേർത്തു. പുറത്തിറങ്ങിയപ്പോൾ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പിരിക്കാം. അപ്പോൾ ഈ ഒരു ഈജിപ്തിൻ്റെ പിരമിഡിന് മുമ്പിലുള്ള ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണാം. ഈജിപ്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കാണാം. ഇതുവരെ ബൈ.